ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുലി വരുന്നേ പുലി എന്ന കഥ കേൾക്കാം. പണ്ടൊരു ഗ്രാമത്തിൽ ആടുകളെ വളർത്തുന്ന ഒരാളുണ്ടായിരുന്നു. എന്നും അയാൾ ആടുകളെ മേയ്ക്കാൻ കാടിനടുത്തുള്ള കുന്നിൻചെരുവിൽ പോകും. ഒരു ദിവസം അയാൾക്ക് സുഖമില്ലാതായി. അയാൾ തന്റെ മകനെ വിളിച്ച് തനിക്ക് സുഖമാകുന്നതുവരെ ആടുകളെ നോക്കി പരിപാലിക്കാൻ പറഞ്ഞു. അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു ആടുകളെ മേയ്ക്കാൻ. എന്നാലും അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആടുകളെ മേയ്ക്കാൻ അവൻ കുന്നിൻചെരുവിലേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ നോക്കിയപ്പോൾ ദൂരെ കുറേ ആളുകൾ ജോലി ചെയ്യുന്നത് അവൻ കണ്ടു. അവനൊരു കുസൃതി തോന്നി. ആളുകളെ പറ്റിക്കാം എന്നവൻ വിചാരിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "അയ്യോ, പുലി വരുന്നേ, പുലി! അയ്യോ, രക്ഷിക്കണേ!" ആളുകൾ പുലി വന്നു എന്നു കരുതി ദൂരെ നിന്നും വടിയും കമ്പുമായി ഓടി അവന്റെ അടുത്തു വന്നു. ഹഹഹഹ, അയ്യേ, പറ്റിച്ചേ! അവൻ അവരെ കളിയാക്കി ചിരിച്ചു. നാട്ടുകാർ ദേഷ്യത്തോടെ മടങ്ങിപ്പോയി. അവന് വളരെ സന്തോഷം തോന്നി. പിറ്റേ ദിവസവും അവൻ വീണ്ടും ആടുകളെയും കൊണ്ട് കുന്നിൽച്ചെരുവിലെത്തി. അവൻ നോക്കി ആളുകൾ ജോലി ചെയ്യുന്നത് അവൻ കണ്ടു. വീണ്ടും ആളുകളെ പറ്റിക്കാം എന്നവൻ കരുതി ഉറക്കെ വിളിച്ചു പറഞ്ഞു, "നാട്ടുകാരെ, ഓടിവരണേ, പുലി വരുന്നേ, പുലി! അയ്യോ, രക്ഷിക്കണേ!" ആളുകൾ വീണ്ടും ഓടിവന്നു. ഹഹഹഹ, അയ്യേ, വീണ്ടും പറ്റിച്ചേ! എല്ലാവരും ചമ്മിപ്പോയേ. അവൻ എല്ലാവരെയും കളിയാക്കി വിട്ടു. മൂന്നാമത്തെ ദിവസവും അവൻ കുന്നിൻചെരുവിൽ ആടുകളുമായെത്തി. ആളുകൾ ജോലി ചെയ്യുന്നത് അവൻ കണ്ടു. അവൻ ഇന്നും ആളുകളെ പറ്റിച്ച് രസിക്കാം എന്ന് കരുതിയിരുന്നു. അപ്പോൾ അതാ വരണു ശരിക്കും പുലി. അവൻ പേടിച്ചു വിറച്ചു. അവൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു, "അയ്യോ, രക്ഷിക്കണേ! പുലി വരുന്നേ! പുലി! പുലി വരുന്നേ! പുലീ!" അവൻ ഉറക്കെ കരഞ്ഞു വിളിച്ചു. ആളുകൾ അവന്റെ ശബ്ദം കേട്ടു. വീണ്ടും അവൻ പറ്റിക്കുകയാണെന്ന് കരുതി ആരും അവന്റെ അടുത്തേക്ക് പോയില്ല. പുലി വന്നു. അവന്റെ കുറെ ആടുകളെ പുലി കൊന്നു തിന്നു. അപ്പോൾ അവന് മനസ്സിലായി, ഇത്രയും ദിവസം ഞാൻ ആളുകളെ പറ്റിച്ചതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇനി ഞാൻ ആരെയും പറ്റിക്കില്ല. അവൻ കരഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആടുകളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. കൂട്ടുകാരെ, കഥ മുഴുവനും കേട്ടോ? അവൻ തമാശയ്ക്ക് ആളുകളെ കുറെ തവണ പറ്റിച്ചത് കാരണം ആരും അവനെ രക്ഷിക്കാൻ വന്നില്ല. അതുകാരണം അവന്റെ ആടുകളെ പുലി പിടിച്ചു. കണ്ടില്ലേ, നമ്മളാരും ആളുകളെ പറ്റിക്കരുട്ടോ. കള്ളം പറയുന്നവരെ ആരും ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോ കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. ബൈ.